ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വണ്ടേഴ്സ് ഓഫ് സ്കൈ, അതായത് ആകാശ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 നമ്മൾ എന്തായിരുന്നു പറഞ്ഞ് നിർത്തിയത്? എന്താണ് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം എന്താണെന്നാണ് പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ എക്ലിപ്സിനെ കുറിച്ചാണ്, അതായത് സൂര്യഗ്രഹണത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ടോപ്പിക്കിൻ്റെ പേരാണ് എർത്ത് ആൻഡ് മൂൺസ് ഷാഡോ, അതായത് ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും. വാട്ട് ഹാപ്പൻ വെൻ ദ മൂൺ കംസ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്, അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രന് നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണാർ എക്ലിപ്സിൻ്റെ കേസിൽ, ചന്ദ്രഗ്രഹണത്തിൻ്റെ കേസിൽ നമ്മളുടെ സണ്ണിൻ്റെയും അതേപോലെ തന്നെ മൂണിൻ്റെയും ഇടയിൽ നമ്മളുടെ എർത്ത് വരുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് നടക്കുന്നത്. ഓക്കെ, അതായത് സണ്ണ്, എർത്ത്, മൂണ് ഈ ഓർഡറിൽ വരുമ്പോൾ, അതും നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് ചന്ദ്രനേക്കാൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് നമ്മളുടെ ഭൂമിക്ക് ചന്ദ്രനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനുള്ള ഷാഡോ ഉണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ മൂൺ അങ്ങനെയാണോ? മൂണ് നമ്മളുടെ ഭൂമിനേക്കാൾ എത്രയോ ചെറുതായത് കൊണ്ട് തന്നെ ഈ ചന്ദ്രൻ്റെ ഷാഡോ ഭൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് വന്ന് വീഴുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നോക്കാം കേട്ടോ. മൂൺ ഈസ് ദ സ്മോളർ സ്പിയർ ദാൻ ദ എർത്ത്, അതായത് ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണല്ലോ ചന്ദ്രൻ എന്ന്. പിന്നെയോ ക്യാൻ ദ ഷാഡോ ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി കവർ ദ എർത്ത്, അതായത് നമ്മളുടെ ഈ ഒരു ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ സാധിക്കുമോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫ്ലുവൻസ് ഇൻ യുവർ സയൻസ് ഡയറി. ചിത്രം നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ നിഗമനം, ഇൻഫ്ലുവൻസ് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, കഴിഞ്ഞതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂണാർ എക്ലിപ്സിൻ്റെ കേസിൽ നമ്മളുടെ ഭൂമിനേക്കാൾ എത്രയോ ചെറുതാണ് ചന്ദ്രൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിൻ്റെ ഷാഡോ നമ്മളുടെ മൂണിനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ഇവിടെ കേസിൽ, സോളാർ എക്ലിപ്സിൻ്റെ കേസിൽ നോക്കിക്കേ, സൂര്യൻ്റെയും നമ്മളുടെ ഭൂമിൻ്റെയും ഇടയിലാണ് മൂണ് വരുന്നത്, ചന്ദ്രൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അതൊരു നേർരേഖയിൽ വരുമ്പോൾ ഈ മൂണിൻ്റെ ഷാഡോ നമ്മളുടെ ഭൂമിനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, കാരണം ഭൂമിനേക്കാൾ എത്രയോ ചെറുതാണ് നമ്മളുടെ മൂണ്. അതുകൊണ്ട് ഈ മൂണിൻ്റെ ഷാഡോ നമ്മളുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് വന്ന് വീഴുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ളവർക്കാണ് സോളാർ എക്ലിപ്സ് അനുഭവപ്പെടുന്നത്. ഇനി ഈ ചിത്രം നോക്കിക്കേ, സണ്ണ്, പിന്നെ മൂണ്, നടുവിലുള്ളത് മൂണാണ്, പിന്നെ മൂന്നാമത്തത് ദ എർത്ത് ആണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണും ഒരു കറുത്തുണ്ടല്ലേ, ഒരു കോണ് പോലെ, അതെന്താണ്? ഷാഡോയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരം കൂടുന്നതിനനുസരിച്ച് ഷാഡോ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂണിൻ്റെതും അതേപോലെ തന്നെ ദൂരം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തി നിങ്ങൾ നോക്കിക്കുക, ദ പോർഷൻ വേർ ദ ഷാഡോ ഓഫ് ദ മൂൺ ഫോൾസ് ഓൺ ദ എർത്ത്. എർത്തിൽ ഏതോ ഒരു സ്ഥലത്ത് മൂണിൻ്റെ ഷാഡോ വന്ന് വീഴുന്നതാണ് ആ ഒരു ഏരോയിൽ കാണിച്ചിരിക്കുന്നത്. Now you might have understood that moon shadow does not completely covers the earth, അതായത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. Can those people on the side in which a moon shadow fall on earth see the sun at that time? അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചത്? ഈ മൂണിൻ്റെ ഷാഡോ വന്ന് വീഴുന്ന, എർത്തിൻ്റെ ഏത് ഭാഗത്താണോ വന്ന് വീഴുന്നത് ആ ഭാഗത്തുള്ളവർക്ക് സണ്ണിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു മൂണിൻ്റെ ഷാഡോ വന്ന് എർത്തിൽ വീഴുമ്പോൾ അവിടെ നമുക്ക് ഈ സണ്ണിനെ കാണാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സൺ കനോട്ട് ബി സീൻ അറ്റ് ദാറ്റ് ടൈം ബിക്കോസ് ദ മൂൺ ഈസ് കവറിങ് ദ സൺ, അതായത് ചന്ദ്രന് സൂര്യനെ മറയ്ക്കുന്നത് കൊണ്ടാണ് ആ സമയം നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കാത്തത്. ദിസ് ഈസ് സോളാർ എക്ലിപ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്, സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഡസ് ദിസ് ഫിനോമിന ഒക്കർ ഡ്യൂറിങ് ഡേ ഓർ അറ്റ് നൈറ്റ്? ഈ ഒരു ഫിനോമിന പകൽ സമയത്താണോ അല്ലെങ്കിൽ രാത്രി സമയത്താണോ കാണാൻ പറ്റുക? പകൽ സമയത്താണ് ഇല്ലേ, അതായത് സൂര്യനെ ചന്ദ്രന് മറയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ്, എപ്പോഴാണ്? പകൽ സമയത്താണിത്
നടക്കുന്നത്. ഇനി താഴെയുള്ള ആ ഒരു ബോക്സിൽ എന്താണ് സോളാർ എക്ലിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, സൂര്യഗ്രഹണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. When the moon revolves around the earth, the moon rarely comes in between the earth and the sun in a straight line. അതായത് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും അതേപോലെ തന്നെ സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊരു റെയറായിട്ട് നടക്കുന്നൊരു സംഭവമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഏർത്തിന് റിവോൾവ് ചെയ്യുന്നത് ആരാണ്? മൂണാണ് അല്ലേ. ഏർത്തിന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂണ്. അപ്പോൾ ഇങ്ങനെ റെയറായിട്ട് എന്ത് സംഭവിക്കാറുണ്ട്? നമ്മളുടെ ഈ ഒരു സണ്ണിൻ്റെയും അതേപോലെ ഏർത്തിൻ്റെയും ഇടയിൽ മൂണ് വരും. അതും നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. അറ്റ് ദിസ് ടൈം ദ മൂൺ ഷാഡോ ഫോൾ ഓൺ ദ എർത്ത്. ഈ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നുണ്ട്. പീപ്പിൾ ഇൻ ദ ഏരിയ വേ ദ മൂൺ ഷാഡോ ഫോൾസ് കനോട്ട് സീ ദ സൺ ബിക്കോസ് ദ മൂൺ കവേഴ്സ് ദ സൺ. അതായത് ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആ സമയത്ത് സൂര്യനെ കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? ചന്ദ്രന് സൂര്യനെ മറയ്ക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ നേർരേഖയിൽ വരുമ്പോൾ ഈ ചന്ദ്രൻ്റെ നിഴൽ എവിടെ പതിക്കും? ഭൂമിയിൽ പതിക്കും. ഭൂമിയിൽ പതിക്കുന്നത് ചെറിയൊരു ഭാഗത്തായിരിക്കും. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ആ സമയം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, കാരണം എന്താണ്? മറ്റൊന്നുമല്ല, സൂര്യനെ ആര് മറയ്ക്കുന്നത് കൊണ്ടാണ്? ആ ചന്ദ്രന് മറയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, അതെങ്ങനെയാണ് ചന്ദ്രൻ എങ്ങനെയാണ് സൂര്യനെ മറയ്ക്കാൻ പറ്റുന്നത്? കാരണം സൂര്യനേക്കാൾ എത്രയോ ചെറുതല്ലേ ചന്ദ്രൻ എന്ന്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ് അല്ലേ, എത്രയോ അകലെയാണ്. നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? മൂൺ എന്ന് പറയുന്നത്. അപ്പം മൂണിങ്ങനെ സൂര്യനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എന്ത് കാണാൻ പറ്റില്ല? സൂര്യനെ കുറഞ്ഞ സമയത്തേക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. ഓക്കെ, ദിസ് ഈസ് സോളാർ എക്ലിപ്സ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ദ സോളാർ എക്ലിപ്സ് ഈസ് വിസിബിൾ ഓൺലി ടു ദോസ് ഇൻ ലൂണാർ ഷാഡോ. ഇവിടെ എന്താണ് പറഞ്ഞത്? ആ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ആ ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സോളാർ എക്ലിപ്സ് കാണാൻ സാധ്യമാകുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് സോളാർ എക്ലിപ്സ്, എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെയും അതേപോലെ തന്നെ ഭൂമിയുടെയും ഇടയിൽ മൂണ് വരുന്നതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അതായത് മൂണിൻ്റെ ഷാഡോ ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീഴുമ്പോൾ ആ ഒരു പ്രദേശത്തുള്ളവർക്ക് സൂര്യനെ കാണാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അതിനെയാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും അതേപോലെ തന്നെ മൂണിൻ്റെയും ഇടയിൽ ഏർത്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലൂണാർ എക്ലിപ്സ് വരുന്നത്. അതും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം എന്ന് ഓർത്തിരിക്കുക, നേർരേഖയിലായിരിക്കണം. ആ ഒരു ടൈമിൽ ഭൂമി ചന്ദ്രനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂമിൻ്റെ ഷാഡോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു മൂണിലേക്ക് വീഴുന്നുണ്ട്. അതിനെയാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 3 ചിത്രങ്ങൾ നോക്കിക്കേ. 3ഉം സോളാർ എക്ലിപ്സിൻ്റെ ചിത്രങ്ങളാണ്. ഒന്നാമത്തത് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ്, രണ്ടാമത്തത് ആനുലാർ സോളാർ എക്ലിപ്സ് ആണ്, മൂന്നാമത്തത് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആണ്. ഈ ഒന്നാമത്തെ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് സൂര്യനെ മറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും മൂണ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ചില പൊസിഷനിൽ മൂണ് നമ്മളുടെ ഭൂമിയോട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു സോളാർ എക്ലിപ്സ് നടക്കുകയാണെങ്കിൽ, അതായത് സണ്ണ്, മൂണ്, ഏർത്ത്, ഈ 3 സെലസ്റ്റിയൽ ബോഡീസും നേർരേഖയിൽ വരികയാണെങ്കിൽ ഇതേപോലെ ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് നടക്കുക. ഭൂമിയോട് വളരെ ക്ലോസ് ആയിട്ടാണ് മൂണ് വരുന്നെങ്കിൽ മാത്രം. ഇങ്ങനെ മുഴുവനായിട്ട് സണ്ണിനെ കവർ ചെയ്യും പോലെ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് അനുലാർ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയോട് കുറേ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഈ മൂണുള്ളതെങ്കിൽ നമുക്ക് ഇതേപോലെയായിരിക്കും ഫീൽ ചെയ്യുക. അതായത് എന്താണ് പറയുക, നമ്മളുടെ ഈ ഒരു സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നില്ല, ഒരു റിങ് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, റിങ് പോലെ ഫീൽ ചെയ്യും. ഭൂമിയോട് കുറച്ച് ഡിസ്റ്റൻസിലാണ് മൂണ് ഉള്ളതെങ്കിൽ മാത്രം. ഇനി മൂന്നാമത്തത് പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സണ്ണ്, മൂണ്, അതേപോലെ ഏർത്ത്, ഇവരും
നമ്മളുടെ സെലസ്റ്റിയൽ ബോഡീസും നേർരേഖയിൽ വരുമ്പോഴാണ് സോളാർ എക്ലിപ്സ് നടക്കുകയെങ്കിൽ എന്ന്. പക്ഷേങ്കിൽ ഇത് നേർരേഖയിൽ വരുന്നില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ഉള്ളത് പോലെയാണ് കാണുക. ഒരു പാർഷ്യലായിട്ടാണ് സോളാർ എക്ലിപ്സ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എഴുതിയാൽ മതി. ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ദ മൂൺ ഈസ് ക്ലോസർ ടു എർത്ത് ആൻഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദ സൺ. അതായത് നമ്മളുടെ ഭൂമിയോട് വളരെ അടുത്തായിരിക്കും ചന്ദ്രൻ ഉണ്ടാവുക. അങ്ങനെ എന്ത് സംഭവിക്കും? അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഒരു സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇത് നേർരേഖയിലായിരിക്കണം, എപ്പോഴും അത് ചിന്തിക്കണം. സോളാർ എക്ലിപ്സ് ഒക്കെ നടക്കുന്നത് സണ്ണ്, മൂണ്, എർത്ത് ഇത് സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തത് ആനുലാർ സോളാർ എക്ലിപ്സ്. എന്താണ്? ദ മൂൺ ഈസ് ഫാദർ എവേ ഫ്രം ദ എർത്ത് ആൻഡ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കവേഴ്സ് ദ സണ്ണ്. ആനുലാർ സോളാർ എക്ലിപ്സിൽ മൂണ് നമ്മളുടെ ഭൂമിയോട് വളരെ ദൂരെ ആയിരിക്കും. ആ സമയത്താണ് ഇതേപോലെ നടക്കുന്നത്. വളരെ ദൂരെ ആവുമ്പോൾ സണ്ണിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്നില്ല, പകരം ഒരു റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ ഈ ഒരു മൂണ് വളരെ അകലെ ആയിരിക്കുമ്പോൾ സണ്ണിൻ്റെ ആ ഒരു ഔട്ടർ സർഫേസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഒരു റിങ് പോലെ. ഓക്കെ, ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ മൂൺ പാസസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത് ബട്ട് ദ 3 സെലസ്റ്റിയൽ ബോഡീസ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി അലൈൻഡ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സോളാർ എക്ലിപ്സ് ഒക്കെ തന്നെ സണ്ണ്, മൂണ്, എർത്ത് നേർരേഖയിൽ വരുമ്പോഴാണ്, സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ്. പക്ഷേങ്കിൽ ഈ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് സ്ട്രെയിറ്റ് ലൈനിൽ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് ഈ പാർഷ്യലായിട്ട് സോളാർ എക്ലിപ്സ് നടക്കുന്നത്. കണ്ടില്ല ഒരു ചിത്രത്തിൽ? പിന്നെ മൂണ് ആ സൂര്യൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാണുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഒബ്സർവിങ് എ സോളാർ എക്ലിപ്സ്, അതായത് സൂര്യഗ്രഹണ നിരീക്ഷണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സോളാർ എക്ലിപ്സിൻ്റെ ഒക്കെ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ടാകും, ഈ നമ്മൾ നേക്കഡ് ആയിക്കൊണ്ട്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു സോളാർ എക്ലിപ്സിനെ നോക്കാൻ പാടില്ല, അത് നമ്മളുടെ കണ്ണിന് കേടാണെന്ന്, അല്ലേ? അതേപോലെ തന്നെ ഈ സോളാർ എക്ലിപ്സ് നോക്കുമ്പോൾ അതിന് പ്രത്യേക തരം എക്സ്റേ ഷീറ്റോ അല്ലെങ്കിൽ എന്താണ് കണ്ണടയോ ബൈനോക്കുലറോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഒബ്സർവ് ചെയ്യാൻ എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. യു മൈറ്റ് ഹാവ് നോട്ടീസ് എ ന്യൂസ് റിലേറ്റഡ് എ സോളാർ എക്ലിപ്സ് ഇൻ ന്യൂസ് പേപ്പർ. പ്ലേസസ് suitable for observing solar eclipse and a precaution to be taken usually appear in the ന്യൂസ്. അതായത് പത്രങ്ങളിലൊക്കെ സൂര്യഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിരീക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലവും പാലിക്കേണ്ട പ്രിക്വേഷൻസൊക്കെ, മുൻകരുതലുകളൊക്കെ നിങ്ങൾ വാർത്തകളിൽ കാണാറുണ്ടാകും. ഹൗ ക്യാൻ വി ഒബ്സർവ് എ സോളാർ എക്ലിപ്സ് സേഫ്റ്റ്ലി? റീഡ് ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ് ഇൻ സയൻസ് ഡയറി. സൂര്യഗ്രഹണം എങ്ങനെയെല്ലാമാണ് സുരക്ഷിതമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കുക, മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണ മാർഗ്ഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് ഡയറക്റ്റ്ലി. അതായത് ഇവിടെ ലൂണാർ എക്ലിപ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒബ്സർവിങ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാർംഫുൾ ടു ദ ഐസ്. അതായത് എന്താണ്, സൂര്യഗ്രഹണം നമ്മൾ സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിച്ചാൽ നമ്മളുടെ കണ്ണിനത് കേടാണ്. ഹെൻസ് ദ സോളാർ എക്ലിപ്സ് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഓൺലി ബൈ യൂസിങ് ഫിൽറ്റേഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ദ സൺസ് റേസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കാൻ പറ്റുക? ഫിൽറ്ററുകൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ വിവിധ രീതിയിൽ ഉള്ള സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമാണ് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. എക്ലിപ്സ് can be observed using quality filtering scale, telescope and binocular. ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എക്ലിപ്സ് നിരീക്ഷിക്കാൻ പറ്റും. ബൈനോക്കുലർ ടെലസ്കോപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കാം. ഡെക്കറേറ്റീവ് ഗിൽറ്റേഴ്സ് പേപ്പർ ആൻഡ് അൺസേഫ് എക്സ്റേ ഫിലിം ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഒബ്സർവിങ് സോളാർ എക്ലിപ്സ്. അതായത് അൺസേഫ് ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിംസും അതേപോലെ തന്നെ ഗിൽറ്റർ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കുന്നത് കേടാണ്. അത് സുരക്ഷിതമല്ലാത്തത് നമ്മൾ എപ്പോഴും എന്താണ് നല്ല എക്സ്റേ ഷീറ്റൊക്കെ വേണം ഉപയോഗിക്കാൻ. അതുപോലെ ഈ ബൈനോക്കുലർ യൂസ് ചെയ്യുന്നതും ടെലസ്കോപ്പും ഒക്കെ ഡയറക്റ്റ് ആയിട്ടല്ല ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞത്. എങ്ങനെയാണ്? ഈ ബൈനോക്കുലറിലും അതേപോലെ ടെലസ്കോപ്പിലൊക്കെ തന്നെ ഫിൽറ്റർ
അല്ലേ, ഗുണമേന്മയുള്ള ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഗ്രഹണം നിരീക്ഷിക്കാൻ. പിന്നെ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്തൊക്കെയാണ്, ഇതൊക്കെ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോളാർ ഫിൽറ്റർ സ്പെക്സ്, അതേപോലെ എന്താണ് പിൻ ഹോൾ പ്രൊജക്ടർ യൂസ് ചെയ്യാം. പിന്നെ സോളാർ ഫിൽറ്റർ യൂസിങ് ടെലസ്കോപ്പ്, അതേപോലെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസിങ് ടെലസ്കോപ്പ്. ഇതൊക്കെ എന്താണ് ഈ ഒരു മെത്തേഡ് ഓഫ് ഒബ്സർവേഷനിൽ വരുന്നതാണ്. നമുക്ക് സോളാർ എക്ലിപ്സ് കാണാൻ നമുക്ക് ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇത് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് പ്രെഡിക്റ്റിംഗ് ആൻഡ് എക്ലിപ്സ്. ഗ്രഹണം മുൻകൂട്ടി അറിയാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്രഹണം, ഈ ഒരു എക്ലിപ്സ് മുൻകൂട്ടി അറിയാൻ പറ്റുക നോക്കാം. There are many software and apps available to predict the eclipse. ഇപ്പോൾ നമ്മളുടെ പുതിയ ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രഹണം അറിയാം. എങ്ങനെയാണ്? പിന്നെ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് അല്ലേ. വിത്ത് such apps and software we can find out the advance when the eclipse will be most beautiful. അപ്പോൾ ഈ ഒരു ആപ്പുകളും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഗ്രഹണം എപ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ കഴിയുന്നതെന്ന്. This can be also used to watch the skin of past eclipse again and again. അപ്പോൾ ഈ ആപ്പുകൾ ഇനി വരുന്നത് മാത്രമല്ല, കഴിഞ്ഞു പോയിട്ടുള്ള ഗ്രഹണങ്ങളും അതേപോലെ തന്നെ അതൊക്കെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്, ഈ ആപ്പുകളും അതേപോലെ തന്നെ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനി അടുത്തതാണ് മീനിങ് ഓഫ് ദ മൂൺലൈറ്റ്, നിലാവിൻ്റെ പൊരുൾ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഹാവ് യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോയിങ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? അപ്പോൾ നിങ്ങൾ രാത്രി ആകാശത്ത് മനോഹരമായിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദ മൂൺ ടു ഷൈൻ സോ ബ്രൈറ്റ്ലി വെൻ ഇറ്റ് കാൺട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ്? അതായത് സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ശോഭിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചതാണ് സ്റ്റാർസിന് മാത്രമേ പ്രകാശിക്കാൻ കഴിയൂ. മൂണായിക്കോട്ടെ അതേപോലെ തന്നെ പ്ലാനറ്റ് ആയിക്കോട്ടെ, ഇതിനൊന്നും എന്തില്ല, പ്രകാശിക്കാനുള്ള കഴിവില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്? അതായത് സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു സൺലൈറ്റിൻ്റെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പ്ലാനറ്റും അതേപോലെ തന്നെ മൂണൊക്കെ. പിന്നെന്താ ഇവിടെ പറഞ്ഞാൽ നോക്കിക്കുക, ഒബ്സർവ് ദ ഇമേജ് വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ മൂൺ. അപ്പോൾ എന്താണ് ഈ ഒരു മൂണിന് ഇത്രയും ബ്രൈറ്റായിട്ട് അല്ലെങ്കിൽ നല്ലതുപോലെ തിളങ്ങാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ, നല്ല വെളിച്ചുള്ളത് പോലെ തോന്നില്ലേ? In the picture given below, can you see the sunlight falling simultaneously on earth and the moon? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂര്യപ്രകാശം, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സിൻസ് ദീസ് ആർ ഒപ്പാക്ക് ഒബ്ജക്റ്റ് വോണ്ട് ദ ലൈറ്റ് ബി റിഫ്ലക്റ്റഡ്. അതായത് നമുക്കറിയാം ഈ പ്ലാനറ്റൊക്കെ തന്നെ എന്താണ്, പ്ലാനറ്റ് ആയിക്കോട്ടെ സാറ്റലൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്, ലൈറ്റിനെ കടത്തി വിടാത്ത വസ്തു. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതായത് ഇപ്പോൾ സ്മൂത്ത് സർഫസിലാണെങ്കിലും റഫ് സർഫസിലാണെങ്കിലും ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നോക്കിക്കുക, ഒരു ചിത്രത്തിൽ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, മൂണിലേക്കും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഏർത്തിലേക്കും വരുന്നുണ്ട്. നമുക്കറിയാം ഈ മൂണിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റഫ് സർഫസ് ആണ്. അപ്പോൾ ആ റഫ് സർഫസിൽ എന്ത് തരം റിഫ്ലക്ഷനാണ് നടക്കുന്നത്? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ ഭൂമിയിലേക്ക് പതിയുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിലും ഒരു തിളക്കം കാണുന്നത് പോലെ തോന്നുന്നത്. ദ ഇമേജ് ഷോസ് ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ മൂൺ റീച്ചസ് ദ എർത്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള വെളിച്ചം മൂണിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ എത്തുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ മുകളിലെ ആ ഒരു ചിത്രത്തിൻ്റെ രഹസ്യം. അതായത് ആ വെള്ളത്തിലേക്ക് എങ്ങനെയാണ് നിലാവെളിച്ചം എത്തുന്നതെന്ന്. എങ്ങനെയാണ് ഈ ഒരു ചിത്രം നോക്കി പറഞ്ഞേ? സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചന്ദ്രനിലെത്തി, ചന്ദ്രനിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഏരോ നിങ്ങൾ ശ്രദ്ധിച്ചേ, സൂര്യനിൽ നിന്ന് നേരെ നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്, ചന്ദ്രനിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലം അല്ലെങ്കിൽ സർഫസ് എന്ന് പറയുന്നത് റഫ് സർഫസ് ആണ്. അതെന്ത് ചെയ്യും, അവിടെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ നടന്ന് അത് ഭൂമിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നിലാവെളിച്ചം, മൂൺലൈറ്റ്.
ഇനി ഇവിടെ നോക്കിക്കേ, മൂൺലൈറ്റ് ഈസ് സൺലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മൂൺ. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ച് വരുന്നതാണ് നിലാവെളിച്ചം എന്ന് പറയുന്നത്. ദ സർഫസ് ഓഫ് മൂൺ ഈസ് റഫ്, അതായത് നമ്മളുടെ ചന്ദ്രൻ്റെ ഉപരിതലം എന്ന് പറയുന്നത് റഫാണ്, പരുപരുത്തതാണ്. ഇഫ് സോ ഇറ്റ് ഈസ് ഡ്യൂ ടു റെഗുലർ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ. അങ്ങനെയെങ്കിൽ അവിടെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആയിക്കോ ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കോ, ഏതായിരിക്കും? നമ്മൾ പഠിച്ചതാണ്. റഫ് സർഫസ് ആണെങ്കിൽ ഏത് തരം റിഫ്ലക്ഷനാണ് അവിടെ നടക്കുന്നത്? ഇറഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ഇനി താഴെ നോക്കിക്കേ, മൂൺ ലൈറ്റ്, നിലാവ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. The sunlight falling on the moon surface gets scattered and reaches the earth. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മൂണിൻ്റെ സർഫസിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? സ്കാറ്റേർഡ് ആവുന്നുണ്ട്, വിസരിതമായിട്ട് പ്രതിപതിച്ചിട്ട് ഭൂമിയിലെത്തുകയാണ് ചെയ്യുന്നത്. സ്കാറ്റേർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ വന്ന് വീഴുന്ന പ്രകാശം ഓർഡർ അല്ലാതെ അല്ലെങ്കിൽ റെഗുലർ അല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുക, ഇറഗുലറായിട്ട് എല്ലാ ഭാഗത്തേക്കും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് റീച്ചസ് ദ എർത്ത് എന്നാണ്. അതുവഴി എവിടേക്ക് എത്തുന്നത്? നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ദിസ് ഈസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. ഇതാണ് നമ്മൾ രാത്രി കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. നിലാവെളിച്ചം എന്ന് പറയുന്നത് ഇതാണ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം എന്ത് ചെയ്യുന്നുണ്ട്? മൂണിലേക്ക് എത്തുന്നുണ്ട്. മൂണിൽ നിന്ന് അത് സ്കാറ്റേർഡ് ആവുന്നുണ്ട്. സ്കാറ്റേർഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ വന്ന് പതിച്ചതിന് ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ ഭൂമിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ നിലാവായിട്ട് കാണുന്നത്. At night, you have experienced bright as well as dim moonlight. Let's strive to find out the reason for this. അതായത് ചില രാത്രികളിൽ ഡിമ്മായിട്ടുള്ള മൂൺ ലൈറ്റായിരിക്കും ഉണ്ടാകും. ഡിം എന്ന് വെച്ചാൽ എന്താണ്? ഒരു മങ്ങിയ ലൈറ്റായിരിക്കും ഉണ്ടാകും. പക്ഷേങ്കിൽ ചില രാത്രികളിൽ നല്ല നിലാവായിരിക്കും ഉണ്ടാകുന്നത്, നല്ല വെളിച്ചം ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫേസസ് ഓഫ് ദ മൂൺ, ചന്ദ്രൻ്റെ കലകൾ. We see the sun in the same shape every day, but what about the moon? അതായത് സൂര്യനെ നമുക്ക് എല്ലാ ദിവസവും ഒരേ ആകൃതിയിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലോ നമുക്കറിയാം, ചില ദിവസങ്ങളിൽ തേങ്ങാപ്പൂൾ പോലെ, പിന്നെ എന്താണ്, ചില ദിവസങ്ങളിൽ ഒരു പകുതി, അല്ലേ, ഒരു വൃത്തത്തിൻ്റെ പകുതി പോലെ, ചില സമയത്ത് മുഴുവനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈ ഇസ് ദ സ്പെരിക്കൽ മൂൺ സീൻ ഇൻ ദ ഡിഫറെൻറ്റ് ഷേപ്പ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. അതായത് ഇതേപോലെ ചില ദിവസങ്ങളിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകളാണ് മൂണിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആണ് മെറ്റീരിയൽ നീഡഡ്. 3 സ്മൈലി ബോൾസ്, പിന്നെ ബ്ലാക്ക് പെയിൻറ്റ്. അതായത് 3 സ്മൈലി ബോളുകൾ വേണം, പിന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റും വേണം. എക്സാമിൻ ദ പിക്ചർ ആൻഡ് നോട്ട് ഇൻ ദ ബോക്സസ് ഗീവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രങ്ങൾ കണ്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് ഉണ്ട്, അതൊന്ന് വായിക്കുക. Paint half of each smiley ball with black paint as suggested in the note in the boxes. അപ്പോൾ ആ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ സ്മൈലി ബോളിന് പെയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ബോക്സ് നോക്കിക്കേ, പെയിൻറ്റ് ദ അതർ സൈഡ് ഓഫ് ദ സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. അതായത് ആ സ്മൈലുള്ള ഭാഗത്തിൻ്റെ മറുവശം കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ നോക്കിക്കുക, പെയിൻറ്റ് കവറിങ് ഹാഫ് ഓഫ് ദ സ്മൈലി ഫേസ്. ഇതേപോലെ സ്മൈലിൻ്റെ ആ ഒരു ഫേസ് ഹാഫായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യുക. പിന്നെ പെയിൻറ്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. പിന്നെ എന്താണ്, ആ ഒരു സ്മൈലി ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ദ ബ്ലാക്ക് പെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ് ദ ഷാഡോ സൈഡ് ഓഫ് മൂൺ. അതായത് ഇവിടെ നമ്മൾ ഈ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തില്ലേ, അതെന്തിനാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മൂണിൻ്റെ ഷാഡോ ഫേസാണ് അവിടെ കാണിക്കുന്നത്, അതായത് നേല് വരുന്ന ഭാഗം. ദ അൺപെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ് ദ പാർട്ട് ഓഫ് ദ മൂൺ വെയർ ലൈറ്റ് ഫോൾസ്. ഇനി പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം, മഞ്ഞ നിറമുള്ള ഭാഗം എന്താണ്? സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റാണ് അവിടെ കാണിക്കുന്നത്. ആ ഭാഗത്തേക്കാണ് സൺലൈറ്റ് വരുന്നത്. ഇനിയാണ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്ലേസ് ദ ബോൾ ഇൻ ദ ഗ്ലാസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബോൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് ബോൾ ഇതേപോലെ അറേഞ്ച് ചെയ്യാം. The unpainted part of the smiley ball should face the light and the black painted part should face the side opposite of light. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ
ഒരു ബൾബ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ. ആ ബൾബിനെ ഫേസ് ചെയ്തിട്ടാവണം ആ ഒരു സ്മൈലിൻ്റെ ആ ഒരു യെല്ലോ പാർട്ട്, ആ മഞ്ഞ നിറത്തിലുള്ള ആ ഭാഗം ആ ബൾബിനെ ഫേസ് ചെയ്തിട്ട് വേണം ഓരോരോ ആ ഒരു ചെയറിൻ്റെ മുകളിൽ വെക്കാൻ. ഓക്കെ, അപ്പോൾ അതേപോലെ വെച്ചതിന് ശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇമാജിൻ ദ സ്മൈലി ബോൾ ആസ് ദ മൂൺ ആൻഡ് ദ ബൾബ് ആസ് ദ സൺ. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു ബൾബ് എന്ന് പറയുന്നത് സണ്ണായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പിന്നെ ആ ഒരു ബോൾ, സ്മൈലി ബോൾ എന്ന് പറയുന്നത് മൂണായിട്ടും ചന്ദ്രനായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ തൂക്കിയിട്ട് ആ ഒരു ബൾബിനെ ഫേസ് ചെയ്തിട്ടാവണം ആ ഒരു മഞ്ഞ നിറത്തിൽ, ആ സ്മൈലി ബോളിൻ്റെ ആ മഞ്ഞ നിറത്തിൽ ആ ഒരു ഭാഗം ഈ ബൾബിനെ ഫേസ് ചെയ്തിട്ട് ആവണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ, ബി ആൻഡ് സി ദ പൊസിഷൻ വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അതായത് ഇവിടെ എ, ബി, സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത് മൂണിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഈ ഒരു എർത്തിനെ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പം, ചുറ്റുമ്പം മൂണിന് വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. The child should sit in the middle of the ball A and C and observe. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. എൻ്റെയും സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോളിൻ്റെ നടുവിലായിട്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എർത്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എർത്തുനിന്ന് ഒരു കുട്ടി മൂണിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, നമ്മളൊക്കെ ചന്ദ്രനിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. As per the picture, how will the child be viewing all the 3 balls? അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ ഈ 3 ബോളും ആ കുട്ടി കാണുന്നത്, എങ്ങനെയായിരിക്കും എന്നാണ് ഇനി നോക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, അവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു സ്മൈലിൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് ആ ചിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള സ്മൈലിയാണ്. അതിൻ്റെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ആ ബൾബിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടി ഇരിക്കുന്നത് എൻ്റെയും സീൻ്റെയും നടുവിലാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ എ എന്ന സ്മൈലിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന എന്താണ്, ആ ബ്ലാക്ക് ഭാഗം മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ആ മൂണിൻ്റെ ഷാഡോ വരുന്ന ആ ഒരു പാർട്ടാണ് കുട്ടിക്ക് കാണാൻ പറ്റുക അല്ലേ. ഇനി ബിയിലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം സ്മൈലിൻ്റെ ഹാഫ് ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടി ആ ഒരു ബി പാർട്ടിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോളിലേക്ക് നോക്കുമ്പോൾ പകുതി മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഒരു ചന്ദ്രൻ്റെ പകുതി പോലെയാണ് കാണാൻ പറ്റുക അല്ലേ. അതായത് എന്താണ്, ആ പകുതി ഭാഗം ഷാഡോയും പകുതി ഭാഗം പിന്നെ സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഭാഗവും. ഇനി സിയിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ആ കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ മൂൺ പോലെ കാണാൻ പറ്റും. കാരണം ലൈറ്റിനെ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ മഞ്ഞ പാർട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ബൾബിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ ആ പാർട്ട് എങ്ങനെയാണ്, ആ സ്മൈലി, ആ ഫേസ് നല്ലതുപോലെ കാണാൻ പറ്റും. അതായത് ഒരു ഫുൾ മൂണായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മൂണിൻ്റെ ഷാഡോ പാർട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതായത് ഒന്നും തന്നെ ആ കുട്ടിക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇതൊരു ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യമുണ്ട്. ആസ് പെർ ദ പിക്ചർ ഹൗ വിൽ ദ ചൈൽഡ് ബി വ്യൂയിങ് ഓൾ 3 ബോൾസ്, എങ്ങനെയായിരിക്കും കാണുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി. ഷാഡോ പോർഷൻ മാത്രം കാണാൻ പറ്റുന്നത് ഏത് ബോളിലേക്ക് നോക്കുമ്പോഴാണ്, എയിലോട്ട് നോക്കുമ്പോഴാണ് അല്ലേ. എയിലോട്ട് നോക്കുമ്പം ആ ഷാഡോ ചെയ്ത ബോൾ മാത്രമേ കാണാൻ പറ്റൂ, ആ ഒരു പാർട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ബോൾ പ്ലേസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ എനേബിൾ ദ ചൈൽഡ് ടു വ്യൂ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ. അപ്പോൾ ഏത് ബോളിലേക്ക് നോക്കുമ്പോഴാണ് ഹാഫ് പിന്നെ വെളിച്ചുള്ള ഭാഗവും ഹാഫ് ഷാഡോ ആയിട്ടുള്ള പാർട്ടും ഏത് ബോളിലേക്ക് നോക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത്, ബി എന്ന ബോളിലേക്ക് നോക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്, ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഇലുമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി. ഇലുമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശിക്കുന്ന ഭാഗം ഏത് ഭാഗത്താണ് കുട്ടിക്ക് കാണാൻ പറ്റുക, കംപ്ലീറ്റ് ആയിട്ട് പ്രകാശിക്കുന്നത് ഭാഗം ഏതാണ്, സി ആണ്. കുട്ടി സിയിലോട്ട് നോക്കുമ്പം ആ ഒരു പെയിൻറ്റ് ചെയ്യാത്ത ഒരു പാർട്ടാണ് അവിടെ കാണാൻ പറ്റുക, ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാത്ത ഭാഗം, അതായത് യെല്ലോ പാർട്ടാണ് കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇത് സീൻ ചെയ്ത്. ഗീവൺ ബിലോ ആർ ദ പൊസിഷൻ ആൻഡ് ഷേപ്പ് ഇൻ വിച്ച് എ ചൈൽഡ് ഒബ്സർവ് ദ മൂൺ ഇൻ ദ സ്കൈ ആഫ്റ്റർ സൺസെറ്റ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സൺസെറ്റിന് ശേഷം, ഓക്കെ, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു കുട്ടി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന
മൂണിൻ്റെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്, ഒരു വ്യത്യസ്ത ദിവസങ്ങളിൽ കാണുന്ന മൂണിൻ്റെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അനലൈസ് ദ ഗിവൺ പിക്ചർ ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി യു ഹാവ് ഡൺ. നിങ്ങൾ ചെയ്ത ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഇതൊന്ന് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂൺ എങ്ങനെയാണ്? അതായത് ഇലുമിനേറ്റിംഗ് ആണോ? തിളക്കമുണ്ടോ അതിന്? ഇല്ലല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എർത്തിനെ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ആ ഒരു മൂണിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഷാഡോ പാർട്ടാണ്. മൂണിൻ്റെ ഷാഡോ പാർട്ടാണ്. അതായത് സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിക്കാത്ത അല്ലെങ്കിൽ പ്രകാശം ലഭിക്കാത്ത പാർട്ടാണ് ഡി എന്ന് പറയുന്നത്. എങ്കിൽ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട് നോക്കിക്കേ, ആ ഒരു മൂണിനെ നോക്കിക്കേ. ഒരു ഭാഗം ഇലുമിനേറ്റിംഗ് ആണ്. അതായത് ഒരു ഭാഗം തിളക്കുണ്ട്, ഒരു ഭാഗമാണെങ്കിൽ തിളക്കല്ല. അതിനർത്ഥം എന്താണ്? ഒരു ഭാഗത്ത് വെളിച്ചം, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ലഭിക്കുന്നുണ്ട്, എന്നാൽ മറുഭാഗം എന്ന് പറയുന്നത് ഷാഡോ പാർട്ടുമാണ്. ഓക്കെ, ഹാഫ് ഷാഡോയാണ്, ഹാഫ് ഇലുമിനേറ്റിംഗ് ആണ് ഇവിടെ ഇ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എഫ് നോക്കിക്കേ. എഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇലുമിനേറ്റിംഗ് ആണ്, നല്ല തിളക്കുണ്ട്. അതായത് സൂര്യനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് അതെന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് സൂര്യനെ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. എക്സാമിൻ ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫ്ലുവൻസ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേബിൾ നമുക്കൊന്ന് നോക്കാം. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, നിങ്ങൾ ആ ഒരു ചിത്രം നോക്കണം കേട്ടോ. ഇതിന് തൊട്ട് മുമ്പുള്ള ഡിയിലെത്തുമ്പോൾ, ഓക്കെ, വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, ആ ഒരു ഡി പൊസിഷനിലേക്ക് എത്തുമ്പോൾ, മൂൺ എത്തുമ്പോൾ അവിടെ എന്താണ്? ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. അതായത് മൂണിൻ്റെ ഷാഡോ ഉള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എർത്തിനെ ഫേസ് ചെയ്യുമ്പോഴല്ലാണ്. അപ്പം എർത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണില്ല അല്ലേ, കംപ്ലീറ്റ് ഷാഡോ ഭാഗമാണ്. അതുകൊണ്ട് നമുക്കൊന്നും മൂണിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഇനി വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ, ഇനി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എന്താണ്? ഹാഫ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ദ ഹാഫ് ദ ഷാഡോ സൈഡ് ഫേസ് ദ എർത്ത്. അതായത് മൂണിൻ്റെ പകുതി തിളക്കമുള്ള ഭാഗവും അതേപോലെ തന്നെ പകുതി ഷാഡോ ഉള്ള ഭാഗവുമാണ് എർത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് മൂണിനൊരു പകുതിയായിട്ടാണ് കാണുന്നത്. ഇനി വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ്, എഫിലെത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പൊസിഷൻ എഫിൽ ദ ഇലുമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. അതായത് നമ്മുടെ സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഒരു ഭാഗം, തിളക്കമുള്ള ഭാഗം എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഫുൾ മൂണായിട്ട് കാണാൻ പറ്റും. ഓക്കെ, റൗണ്ടിൽ വട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇനി എന്താണ് ന്യൂ മൂൺ, എന്താണ് ഫുൾ മൂൺ എന്ന് നോക്കാം. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസി, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമി എന്നാണ് അർത്ഥം. ഓക്കെ, മലയാളത്തിൽ അതാണ് പറയുന്നത്. ഇനി ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. നമുക്കറിയാലോ അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുക. ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഫുള്ളൊരു ഡാർക്ക് ആയിരിക്കും, ഇരുട്ടായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദിസ് ഡേ. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഫുൾ മൂൺ ഒക്കർ വെൻ ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ഇനി ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം, ഓക്കെ, പ്രകാശമുള്ള ആ ഒരു പാർട്ട് പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെന്താണ്? ദ ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസസ് ദ എർത്ത്. ഇനി ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും അതേപോലെ തന്നെ നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോഴാണ് എന്തെന്ന് പറയൽ? ഹാഫ് മൂൺ എന്ന് പറയൽ. ഇത് സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചന്ദ്രൻ്റെ ഷാഡോ ആയിട്ട് വരുന്ന പാർട്ട്, നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഈ നമ്മളുടെ ഭൂമിനെ അഭിമുഖീകരിക്കുമ്പോഴാണ് എന്തെന്ന് പറയില്ല? ന്യൂ മൂൺ എന്ന്, അല്ലെങ്കിൽ അമാവാസി, കറുത്ത വാവ് എന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ഇരുട്ടായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ആ സമയത്ത് നമുക്ക് ചന്ദ്രനെ ഒന്നും കാണാൻ പറ്റില്ല. ഇനി ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ, പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം,
ഓക്കെ, ആ ഒരു ഇലുമിനേറ്റിംഗ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഭൂമിക്ക് അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ ഫുൾ മൂൺ ഡേ വരുന്നത്. ഇനി ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ പകുതി ഈ ഒരു പ്രകാശിത ഭാഗവും അതേപോലെ പകുതി ചന്ദ്രൻ്റെ നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖീകരിക്കുമ്പോഴാണ് ഹാഫ് മൂൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു വേർഡ് ഓർത്തിരിക്കുക. ഇലുമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കമുള്ള ഭാഗത്തിനാണ് ഇലുമിനേറ്റഡ് എന്ന് പറയുന്നത്. ഒരു പ്രകാശിത ഭാഗം എന്നൊക്കെ പറയും ഇലുമിനേഷൻ. ഷാഡോ പാർട്ട് എന്ന് പറഞ്ഞാൽ നിഴൽ ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വാക്സിനും അതേപോലെ തന്നെ വാനിനും എന്താണെന്ന് നോക്കാം. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. The two pictures A and B represent the revolution of the moon from new moon to full moon and vice versa. Vice versa എന്ന് പറഞ്ഞാൽ തിരിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയും അതേപോലെ തന്നെ ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ചന്ദ്രൻ്റെ ഒരു റെവല്യൂഷൻ, പരിക്രമണമാണ് ഇവിടെ രണ്ട് ചിത്രങ്ങളിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആർ ബോത്ത് ദ പിക്ചർ അലൈക്ക്? ഈ രണ്ട് ചിത്രം ഒരുപോലാണോ? അല്ലല്ലേ. വാട്ട് ഡിഫറെൻറ്റ് ക്യാൻ യു ഒബ്സർവ് ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കാണാൻ പറ്റുന്നത്? അപ്പോൾ ഈ രണ്ട് ചിത്രം നിങ്ങളൊന്ന് നിരീക്ഷിച്ചേ. ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരു ന്യൂ മൂൺ മുതൽ, അതായത് അമാവാസി മുതൽ പൗർണമി വരെ നടക്കുന്ന അതായത് ഒരു മൂണിൻ്റെ ചേഞ്ചസും അതേപോലെ തന്നെ തിരിച്ചും ഫുൾ മൂൺ മുതൽ ന്യൂ മൂണും വരെയുള്ളതിൻ്റെ ആ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിത്രം എ നോക്കിക്കേ. പിക്ചർ എ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമി വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിർത്താതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ഭൂമി. അതേപോലെ തന്നെ നമ്മളുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ട് ആരുണ്ട്? മൂണുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മൂണ് ന്യൂ മൂണ് അല്ലേ, അമാവാസി മുതൽ മെല്ലെ 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 ഒരു പൂർണ്ണചന്ദ്രനാവുന്നതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫുൾ മൂൺ ആവുന്നതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ ആ ഫുൾ മൂൺ വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? മെല്ലെ കുറഞ്ഞ് ന്യൂ മൂണായിട്ട് മാറുകയാണ്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണാത്ത ഒരു പാർട്ടായിട്ട്, അല്ലെങ്കിൽ മൂണിൻ്റെ ആ ഒരു, ഞാൻ പറഞ്ഞു ഷാഡോ പാർട്ട്, കംപ്ലീറ്റ് ഷാഡോ പാർട്ട് ഭൂമിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. വിച്ച് പിക്ചർ ഷോ ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്? അതായത് ഏത് ചിത്രത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത്? ഏത് ചിത്രമാണ്? പിക്ചർ എ ആണില്ലേ. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുന്ന പാർട്ട് ഏതാണ്? അത് പിക്ചർ 1 ആണ്, എ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. വിച്ച് പിക്ചർ ഷോസ് ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഡിക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്? ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം, അതായത് ചന്ദ്രൻ്റെ ഏറ്റവും ശോഭിച്ച ഒരു നല്ല പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്? ഇതിലേത് ചിത്രത്തിലുള്ളതാണ്? ചിത്രം ബി, അല്ലെങ്കിൽ പിക്ചർ ബിയിലാണ് അല്ലേ. അതായത് ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പിന്നെ എന്താണ് വാക്സിൻ, എന്താണ് വാനിങ് എന്ന് നോക്കാം. When viewed from the earth, the illuminated part of the moon keeps on increasing from the new moon to full moon. അതായത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നതായിട്ടാണ്. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് വാക്സിൻ ഓർ വൈറ്റ് ഹാലോ. ഈ കാലയളവിലാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിൻ അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ഒരു ന്യൂ മൂൺ ടു ഫുൾ മൂൺ വരെ, ഓക്കെ, ന്യൂ മൂൺ ടു ഫുൾ മൂൺ വരെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഇങ്ങനെ കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്, നമ്മളുടെ പിക്ചർ എ പോലെ. ഓക്കെ, അതായത് ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ആ ഒരു ഷാഡോ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഭൂമിയിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് മൂണൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്താണ്, ചെറിയ ആ ഒരു പിന്നെ വെളിച്ചമുള്ള ഭാഗം, ഓക്കെ, ചന്ദ്രൻ്റെ ആ ഒരു പ്രകാശിത ഭാഗം ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണപ്പെടും. അതിനെയാണ് വാക്സിൻ എന്ന് പറയുന്നത്, വാക്സിൻ അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് വാനിങ് എന്താണെന്ന് നോക്കാം. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്പ് ഓൺ ഡിക്രീസിങ് ഫ്രം ദ ഫുൾ മൂൺ ടു ന്യൂ മൂൺ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് വാനിങ് ഓർ ബ്ലാക്ക് ഹാലോ. ഇനി നേരെ തിരിച്ചാണ് വാനിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ വാനിങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ചന്ദ്രൻ്റെ ഒരു പ്രകാശിത ആ ഒരു പാർട്ട് ഇങ്ങനെ കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെ കുറഞ്ഞ് പിന്നെ തീരെ ഇല്ലാതാവുന്ന അതുവരെയാണ് വാനിങ് എന്ന് പറയുന്നത്. വാക്സിൻ ആൻഡ് വാനിങ് അല്ലെങ്കിൽ വൃതിക്ഷയം ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വ്യൂവിങ് ഓഫ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അപ്പോൾ ഇവിടെ എന്താണ് വൃതിക്ഷയം അല്ലെങ്കിൽ വാക്സിനും വാനിനും എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയെ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന നമ്മുടെ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും അതേപോലെ തന്നെ നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് ഈ വൃതിക്ഷയം അല്ലെങ്കിൽ വാക്സിൻ ആൻഡ് വാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണ്, വാക്സിൻ എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു കാലയളവ്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്സിൻ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ആ ഒരു ഇലുമിനേറ്റിംഗ് പാർട്ട് ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കൂടി വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി വാനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ തല തിരിച്ച് നമ്മളുടെ ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ളത്. അതായത് ചന്ദ്രൻ്റെ ഈ ഒരു പ്രകാശിത ഭാഗം ഇലുമിനേറ്റിംഗ് പാർട്ട് ഇങ്ങനെ കുറഞ്ഞ് ഡിക്രീസ് ആവുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞ് കംപ്ലീറ്റ് അവസാനം ന്യൂ മൂൺ വരെ ആവുന്നതിനെയാണ് വാനിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ രാത്രി ഇങ്ങനെ ആകാശം നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഈ ചന്ദ്രൻ്റെ ആ ഒരു പ്രകാശിക്കുന്ന ഒരു പാർട്ട് ഇങ്ങനെ കൂടി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ആ ഫുൾ മൂൺ ആയതിനു ശേഷം വീണ്ടും ഇങ്ങനെ കുറഞ്ഞ് വീണ്ടും ഈ ഒരു ന്യൂ മൂൺ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് ഭാഗം കൂടി മാത്രമേ ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. അതും പ്ലസ് ലെറ്റേഴ്സ് ആക്സസും കൂടെ ഞാൻ ഒരുമിച്ച് അടുത്ത വീഡിയോ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്, വാക്സിൻ എന്താണ്, വാനിൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നന്നായിട്ട് അത് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന മാർഗ്ഗങ്ങൾ അല്ലേ, കുറച്ച് മെത്തേഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സോളാർ എക്ലിപ്സ് കാണേണ്ടത്, നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ എന്താണ് മൂൺലൈറ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, അതായത് നിലാവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാനറ്റും അതേപോലെ സാറ്റലൈറ്റിനൊന്നും സ്വന്തമായിട്ട് പ്രകാശിക്കാനുള്ള കഴിവില്ല അല്ലേ, നോൺ ഇലുമിനേറ്റിംഗ് ആണ് ഇതൊക്കെ. പക്ഷേങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് പ്രകാശിക്കുന്നത്, ആ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിലേക്ക് വരികയും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നിലാവായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്